ചെങ്ങന്നൂരേക്ക് ഒരിക്കൽ കൂടി പോകണം. ഇന്ന് നമ്മൾ വാർത്ത വായിക്കുന്ന സമയത്ത് ഒരു പ്രേക്ഷകൻ കമന്റ് ഇട്ടു, ചെങ്ങന്നൂർ പാണ്ടനാട് ഒരു അപകടമുണ്ടായിട്ടുണ്ട്, കാഷ്വാലിറ്റി ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. ചെങ്ങന്നൂർ പാണ്ടനാട് വെള്ളക്കെട്ടിൽ വീണ് മരണം. പാണ്ടനാട് മിത്രമഠം പാലത്തിന് സമീപമാണ് ഒരു മൃതദേഹം കണ്ടെത്തിയത്. പാണ്ടനാട് സ്വദേശി ശിവദാസ് ആണ് മരിച്ചത്. പാർക്ക് ചെയ്തിരുന്ന വാഹനം വെള്ളക്കെട്ടിലാണോ എന്നറിയാനായിരുന്നു ശിവദാസ് പോയത്. പക്ഷേ പിന്നീട് വെള്ളക്കെട്ടിൽ വീണ് മരിക്കുകയാണ് ഉണ്ടായതെന്ന് മനസ്സിലാക്കുന്നു. ശരണുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരൺ, എപ്പോഴാണ് ഈ സംഭവം നടന്നത്? ഈ വണ്ടി നോക്കാൻ വേണ്ടി പോയതാണ് അല്ലേ? നീന്തൽ അറിയില്ലായിരുന്നോ ഇദ്ദേഹത്തിന്? അരുൺകുമാർ, അദ്ദേഹത്തിന് നീന്തൽ അറിയില്ലായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഞാൻ നിൽക്കുന്നത് ഈ മിത്രമഠം പാലത്തിന് സമീപമുള്ള പ്രയാർ എന്നുള്ള സ്ഥലത്താണ്. നമുക്കിവിടെ ദൃശ്യങ്ങൾ കൃത്യമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട്. വലിയ തോതിൽ വെള്ളക്കെട്ട് ഉള്ള വീടുകളൊക്കെ മുങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെയാണ് ഈ ദാരുണമായ സംഭവം നടന്നിരിക്കുന്നത്. ശിവദാസ്, അദ്ദേഹം കല്ലിശ്ശേരി സ്വദേശിയാണ്. കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഇവിടെ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. അദ്ദേഹം സാധാരണ ഇത്തരത്തിൽ വെള്ളം കയറുമ്പോഴൊക്കെ അദ്ദേഹം വാഹനം പാർക്ക് ചെയ്യുക, സ്കൂട്ടർ പാർക്ക് ചെയ്യുക ഈ മിത്രമഠം പാലത്തിലാണ്. അങ്ങനെ ഈ പാർക്ക് ചെയ്തിരുന്ന വാഹനം അത് സുരക്ഷിതമാണോ എന്ന് അറിയാൻ വേണ്ടി ആണ് അവിടേക്ക് എത്തുന്നത്. അതിനുശേഷം അത് നോക്കിയ ശേഷം ഭക്ഷണമൊക്കെ തന്നെ വാങ്ങി ഇതുവഴി മടങ്ങുകയായിരുന്നു. ഇതിനിടയിലാണ് അദ്ദേഹത്തിന് ഫിക്സ് വരികയും ഈ വെള്ളക്കെട്ടിലേക്ക് വീണ് ഈ ഒരു അപകടമരണം സംഭവിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ ഇവിടേക്ക്, അതായത് ഇന്ന് രാവിലെയാണ് ഇവിടെ എത്തിയ ആളുകൾ ഈ മൃതദേഹം കണ്ടെത്തിയത്. അതിനുശേഷം ഇപ്പോൾ പോലീസ് അടക്കം എത്തിയിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികളിലേക്ക് കടക്കാൻ പോവുകയാണ്. ഇവിടുത്തെ ഒരു മൊത്തത്തിലുള്ള സാഹചര്യം കൂടി പരിശോധിച്ച് പോകേണ്ടതുണ്ട്. കാരണം ഇത്തരത്തിൽ ചില ആളുകളെങ്കിലും ഇവിടെ ഇങ്ങനെ ഉണ്ടോ? ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടോ? ധാരാളം പേരുണ്ട്. കൂടുതൽ പേരെ നമ്മൾ അന്നേരം തന്നെ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവിടെ 4 ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. എല്ലായിടവും ഫുൾ ആൾക്കാരാണ്. വെള്ളത്തിന്റെ നല്ലതായിട്ടുള്ള ദുരിതം ആൾക്കാർ അനുഭവിച്ചു. പാണ്ടനാട് പഞ്ചായത്തിലെ മൊത്തം വാർഡുകളും മുങ്ങിക്കിടക്കും. 1 മുതൽ 14 വാർഡുകളിലും വെള്ളത്തിലാണ്. ധാരാളം ആൾക്കാർക്ക് വെള്ളത്തിന്റെ ദുരിതം അനുഭവിച്ചു. അങ്ങോട്ട് പോകുമ്പോഴൊക്കെ എത്ര വീടുകളുണ്ട്? ധാരാളം വീടുകളുണ്ട്. 1 മുതൽ ഇപ്പൊ ഒരു പകുതി വീടുകളോളം ഒരു വെള്ളത്തിലാണ്. പകുതിയല്ല, മൊത്തം വീടുകൾ. നമ്മൾ ഇന്നലെ കുറച്ച് പേരെയൊക്കെ വള്ളത്തിലൊക്കെ ആക്കിയിട്ടുണ്ട്. ഇനി ഒറ്റപ്പെട്ട പ്രദേശമായിട്ട് ഇവിടെ വീടിന്റെ മേളില് 4 പേര് ഒറ്റപ്പെട്ടിട്ടുണ്ട്. അതിലിപ്പോ ഒരു മോനെ കണ്ടില്ലെന്നും പറഞ്ഞ് നടക്കുന്നു. കാണാതായിട്ടുണ്ട്. പുള്ളി വെള്ളം അടിച്ച് നടന്ന മിക്കവാറും വീട്ടുകാരും വീടിന്റെ മുകളിലായിട്ടാണ് താമസം. എവിടെയായിട്ടാണ് ഈ കാണാതായത്? പാടത്തിനകത്താണ്. പ്രതികരണങ്ങൾ എടുത്തോളൂ ശരൺ, നമുക്കത് കൊടുക്കാം. ഇപ്പോൾ പത്തനംതിട്ടയിലെ അപ്ഡേറ്റ് പറയാൻ പറഞ്ഞു. പത്തനംതിട്ടയിൽ കാര്യമായ മഴയില്ല. ആറന്മുളയിൽ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. റാന്നിയിലും വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വർഗീസ് ജി.